തിരശീലയിലെ ചില കഥാപാത്രങ്ങൾ സിനിമയുടെ അതിരുകൾ കടന്ന് നമ്മുടെ ഉള്ളിൽ ചേക്കേറാറുണ്ട്. ചിലപ്പോൾ അത് മഴ പോലെ പെയ്യുന്ന നൊമ്പരമായിരിക്കും, ചിലപ്പോൾ ആത്മാവിനെ അസ്വസ്ഥമാക്കുന്ന കുറ്റബോധമാകും, അതുമല്ലെങ്കിൽ ഓർമ്മകൾ പെയ്തു തീരാത്ത മനുഷ്യജീവിതത്തിലെ അസഹ്യമായ ഏകാന്തതയാകാം. അത്തരം സിനിമാനുഭവങ്ങൾ പകർന്നു തരുന്നുണ്ട് മോഹൻലാൽ എന്ന നടൻ. അഭിനയം എന്നത് വെറും പ്രകടനമല്ല, മനുഷ്യന്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണെന്ന് പലകുറി തെളിയിച്ച നടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില സിനിമകൾ നമ്മൾ അതിയായ ഇഷ്ടത്തോടെ ഓർക്കുമെങ്കിലും ഒരിക്കൽ കൂടി കാണാൻ മനസ്സ് സമ്മതിക്കാറില്ല. അവ സിനിമകളായല്ല, അനുഭവങ്ങളായിട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ വാഴുന്നത്. MD എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അമൃതം കന്യ. 1987 പുറത്തിറങ്ങിയ ചിത്രം ആത്മസംഘർഷങ്ങളുടെ വേലിയേറ്റങ്ങളിലേക്കാണ് പ്രേക്ഷകനെ ക്ഷണിക്കുന്നത്. മോഹൻലാലിന്റെ ഡോക്ടർ PK ഹരിദാസ് എന്ന കഥാപാത്രം ഒരു ദുരന്ത നായകനെ പോലെയാണ്. MBBS പഠനകാലത്തെ റാഗിങ്ങും സഹപാഠിയുടെ മരണവുമാണ് ഹരിദാസിനെ ചൂഴ്ന്നു നിൽക്കുന്നത്. കുറ്റബോധത്തിൽ നിന്ന് മോചനം നേടാനാണ് അയാളുടെ ശ്രമം അത്രയും. പ്രായച്ചിത്തങ്ങളുടെ പാപം കഴുകിക്കളയാമെന്ന് ഹരിദാസ് വിശ്വസിക്കുന്നു. പക്ഷേ ചില തെറ്റുകൾ മനുഷ്യനെ ജീവിതകാലം മുഴുവൻ പിന്തുടരുമെന്ന തിരിച്ചറിവ് അയാളെ ഉലച്ചു കളയുന്നുണ്ട്. ഓരോ സംഭാഷണങ്ങളിലും ഓരോ കണ്ണോട്ടത്തിലും നിശബ്ദതയിൽ പോലും മോഹൻലാൽ ഹരിദാസിന്റെ ഉള്ളിലെത്തി നമ്മളിലേക്ക് പകരുന്നു. കരിമ്പടത്തിന്മേൽ എത്ര നിറങ്ങൾ പൂശിയാലും അതുണ്ടാക്കുന്ന ഇരുട്ടമായില്ലെന്ന പോലെ ഹരിദാസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിന് നാം സാക്ഷികളാകുന്നു. പാപബോധത്തിന്റെ ഉമിത്തിയിൽ നീറാൻ വിധിക്കപ്പെട്ട ഒരാളായി അയാൾ മാറുന്നു. ഹരിദാസിന്റെ 3 വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് മോഹൻലാൽ പകർന്നാടിയത്. മെഡിക്കൽ കോളേജിലെ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി, നാട്ടിലെ മികച്ചൊരു ഡോക്ടർ, കുറ്റബോധം പേറി ജീവിതം തള്ളി നിൽക്കുന്ന മധ്യവയസ്കൻ. 26-ാം വയസ്സിൽ മോഹൻലാൽ തിരശ്ശീലയിൽ പകർന്ന വിസ്മയം. ആ കഥാപാത്രം മോഹൻലാൽ എങ്ങനെ അത്രയും ആഴത്തിൽ അവതരിപ്പിച്ചു എന്നത് ഇന്നും തനിക്ക് അത്ഭുതമാണെന്ന് ഹരിഹരൻ തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. 1992 പുറത്തിറങ്ങിയ സദയം ഏറ്റവും തീവ്രമായ മാനസികാനുഭവം നൽകുന്ന ഒരു സിനിമയാണ്. MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം ഒരു സൈക്കോളജിക്കൽ ട്രാജഡിയായി ഇന്നും ചിലരെയെങ്കിലും വേട്ടയാടുന്നുണ്ടാകാം. മോഹൻലാലിന്റെ സത്യനാഥന്റെ ചെയ്തികൾ ഭയപ്പെടുത്തുന്നതാണ്. 2 യുവാക്കളെയും 2 പെൺകുട്ടികളെയും കൊലപ്പെടുത്തുന്ന കഥാപാത്രം. സത്യനാഥൻ പേറുന്ന വേദനയും ഭ്രാന്തമായ അസ്വസ്ഥതയും പ്രേക്ഷകനെ അത്രമേൽ ആലോസരപ്പെടുത്തും. മോഹൻലാൽ സത്യനാഥനായി മാറിയ നിമിഷങ്ങളിൽ അഭിനയം എന്ന രേഖ ഇല്ലാതാകുന്നു. മുഖത്തെ ചെറിയ വിറയലുകൾ, കണ്ണുകളിലെ ഭ്രാന്തമായ തിളക്കം, ഉള്ളിൽ തിളച്ചുമറിയുന്ന വേദനയെ വാക്കുകളില്ലാതെ പുറത്തേക്കൊഴുക്കുന്ന പ്രകടനം, അതെല്ലാം സത്യനാഥനെ കഥാപാത്രം എന്നതിലുപരി ഒരു അസാധാരണ മനുഷ്യനായി നമ്മുടെ ഒപ്പം നിർത്തുന്നു. ജയിലിൽ വധശിക്ഷ കാത്തിരിക്കുന്ന സത്യനാഥന് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ബാക്കിയില്ല. ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്താപമില്ല. ജീവിതത്തെക്കുറിച്ചുള്ള തീർത്തും ക്ഷീണിച്ച ഒരു ബോധമാണ് അയാളെ ചുറ്റിപ്പറ്റുന്നത്. കഴുമരത്തിലേക്ക് നടന്നെടുക്കുന്ന അവസാന നിമിഷങ്ങളിൽ പോലും മോഹൻലാൽ പ്രകടിപ്പിച്ച ഭാവങ്ങൾ പ്രേക്ഷകനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നതാണ്. ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഉണരാൻ ശ്രമിച്ചുകൊണ്ടാകണം പ്രേക്ഷകർ അന്ന് തിയേറ്റർ വിട്ടിട്ടുണ്ടാവുക. എൻ്റെ പേനയേക്കാൾ നന്നായി സത്യനാഥൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ധാരണ തെറ്റാണെന്ന് മോഹൻലാൽ തെളിയിച്ചു എന്നായിരുന്നു സത്യനാഥനെ സൃഷ്ടിച്ച MD പിന്നീട് പറഞ്ഞത്. ആ വാക്കുകൾ തന്നെയാണ് ആ കഥാപാത്രത്തിനും മോഹൻലാലിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം. ബ്ലെസ്സി എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തന്മാത്ര. 2005 പുറത്തിറങ്ങിയ ചിത്രം ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയങ്ങളുടെ പ്രതിബിംബമാണ്. രമേശൻ എന്ന സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായാണ് മോഹൻലാൽ എത്തിയത്. അൽഷിമേഴ്സ് ക്രമേണ രമേശിൻ്റെ ഓർമ്മകളെ കവർന്നെടുക്കുമ്പോൾ സ്വന്തം ജീവിതം മാത്രമല്ല, കുടുംബത്തിൻ്റെ മുഴുവൻ ആത്മാവാണ് തകർന്നു പോകുന്നത്. മക്കളെ പോലും തിരിച്ചറിയാൻ പാടുപെടുന്ന അച്ഛൻ, വാക്കുകൾ നഷ്ടപ്പെടുന്ന മനുഷ്യൻ, ജീവിതം മുഴുവൻ ചേർത്ത് വെച്ച ഓർമ്മകൾ കൈവിട്ടു പോകുമ്പോൾ അനുഭവിക്കുന്ന അസഹ്യമായ ശൂന്യത. അതിശയിപ്പിക്കുന്നതായിരുന്നു മോഹൻലാലിൻ്റെ പ്രകടനം. വികാര പ്രകടനങ്ങളല്ല, തികച്ചും സാധാരണമായ ചില നിമിഷങ്ങളിലൂടെ, നിസ്സഹായതകളിലൂടെയാണ് രമേശൻ പ്രേക്ഷകനിൽ നൊമ്പരം നിറയ്ക്കുന്നത്. മറന്നുപോകുന്ന ഒരു പേര്, ഇടറുന്ന ഒരു നോട്ടം, പെട്ടെന്ന് കുട്ടികളെ പോലെ ഭയം വന്നു നിറയുന്ന മുഖം, അങ്ങനെയാണ് മോഹൻലാൽ നമുക്കിടയിൽ വന്നു നിൽക്കുന്നത്. രമേശിന്റെ മരണം പോലും പ്രേക്ഷകനെ അസ്വസ്ഥമാക്കും. അതിനാലാകാം ഈ സിനിമ വീണ്ടും കാണാൻ പലരും മടിക്കുന്നത്. ഇത്രത്തോളം ഇല്ലെങ്കിലും പ്രേക്ഷകനെ നൊമ്പരപ്പെടുത്തുന്ന ഒട്ടനവധി ചിത്രങ്ങൾ മോഹൻലാൽ സമ്മാനിച്ചിട്ടുണ്ട്. ദശരഥം, ഭരതം, താളവട്ടം, കിരീടം, ചിത്രം, വന്ദനം, ഭ്രമരം എന്നിങ്ങനെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് നഷ്ടസ്വപ്നങ്ങളും പരാജയവും തകർന്ന ജീവിതവും കാണുമ്പോൾ ക്ലൈമാക്സിനിപ്പുറം പ്രേക്ഷകൻ നിശബ്ദനാവുന്നു. ചില സിനിമകൾ കണ്ണീരോടെ അവസാനിപ്പിക്കേണ്ടി വരും. ചില കഥാപാത്രങ്ങളെ മറക്കാൻ വർഷങ്ങളും മതിയാവില്ല. അതാണ് മോഹൻലാലിനെ മഹാനടനാക്കുന്നത്. വലിയ സംഭാഷണങ്ങളോ അമിത പ്രകടനങ്ങളോ ഇല്ലാതെ ചെറിയൊരു ചിരിയിലൂടെയും കണ്ണിലെ തിളക്കമുള്ള നനവിലൂടെയും അദ്ദേഹം നമ്മെ ഉലച്ചു കളയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ നാം അത്രമേൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ചിത്രങ്ങൾ വീണ്ടും കാണാൻ നാം മടിക്കുന്നത്.